Good morning, all. Today we can start the new chapter, The Giving Tree. We all know that tree is an important factor in our livelihood. We cannot imagine a life without trees, isn't it? Trees are very important, so we have to plant more trees for our better livelihood. നമുക്ക് ട്രീ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ട്രീ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മനുഷ്യ ജീവജാലങ്ങളിലും ട്രീ എന്താണ്, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ട്രീസും പ്ലാന്റ്സും വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആൻഡ് ഒരു ട്രീയുടെ എല്ലാ പാർട്സും ഇമ്പോർട്ടൻ്റ് ആണ്, യൂസ്ഫുൾ ആണ്. ഒരു ട്രീയുടെ ഒന്നും യൂസ്ഫുൾ അല്ലാത്തില്ല, എല്ലാ പാർട്സും എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ്ഫുള്ളാണ്. നമുക്ക് പലതും തരുന്നുണ്ട് അല്ലേ. വി ബ്രീത്ത് ഓക്സിജൻ ഫ്രം ട്രീസ് അല്ലേ. ട്രീസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ഓക്സിജൻ നന്നായി കിട്ടുന്നത്. അതുകൊണ്ട് അത് മാത്രമാണല്ല, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ പല ഇമ്പോർട്ടൻ്റ് ആയ തിങ്സ്, അതിൻ്റെ എല്ലാം ഒരു ട്രീയുടെ എന്ത് ഭാഗമാണ് യൂസ്ഫുൾ അല്ലാത്തത്, എല്ലാ ഭാഗവും നമുക്ക് യൂസ്ഫുള്ളാണ്. ട്രീ നമുക്ക് എല്ലാം തരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു പ്രൊട്ടക്ട് ട്രീസ്, വി ഹാവ് ടു പ്ലാന്റ് മോർ ട്രീസ്. സോ ഹിയർ ഈസ് എ സ്റ്റോറി, ദ ഗിവിങ് ട്രീ. ഗിവിങ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താ, ട്രീ എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഈ ട്രീ കൊടുക്കുന്നത്, അതാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. സോ ഓൾ ഓഫ് യു ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഗോ ത്രൂ ദി ലൈൻസ്. ഐ വിൽ റീഡ് ദ സ്റ്റോറി ടു യു. ദ ഗിവിങ് ട്രീ. ഹൗ ഡു യു ഫീൽ വെൻ യു ഹെൽപ്പ് സംവൺ? നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വാട്ട് ഡു യു ഫീൽ? ഹൗ ഡു യു ഫീൽ വെൻ യു ഷെയർ യുവർ തിങ്സ് വിത്ത് അതേഴ്സ്? ഒരാളുടെ അടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക? മോസ്റ്റ്ലി വി ഫീൽ ഹാപ്പി അല്ലേ. നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ഹാപ്പി ആയിട്ടത് ചെയ്യണം. റീഡ് ദിസ് പ്ലേ ടു നോ ഹൗ എ ട്രീ ഫീൽസ് വെൻ ഇറ്റ് ഹെൽപ്സ് എ ബോയ്. അപ്പോൾ ഈ പ്ലേ പറഞ്ഞാൽ എന്താ, രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണമാണ്, ഒരു നാടകം പോലെ. ഈ പ്ലേയിൽ എന്ത് പറയുന്നുണ്ട്, ഒരു ബോയിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അത് നമുക്ക് സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാവും. സോ വി ക്യാൻ ഗോ ത്രൂ ദി സ്റ്റോറി. നരേറ്റർ പറഞ്ഞാൽ എ പേഴ്സൺ ഹു നരേറ്റ് എ സ്റ്റോറി. ഈ സ്റ്റോറി നരേറ്റ് ചെയ്യുക, അങ്ങനെ പറയുക. നമ്മൾ നടക്കുമ്പോൾ സ്റ്റേജിൽ ആളെ കാണില്ല, പക്ഷേ ബാക്കിൽ നിന്ന് സൗണ്ട് കേൾക്കാമല്ലേ, നരേഷൻ ചെയ്യണം, എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് നരേറ്റ് ചെയ്യാനുള്ള ഒരാളാണ്. സോ ഇവിടെയും നരേറ്റർ ഉണ്ട്. നരേറ്റർ. Once there was a tree and it loved a little boy. Every day the boy would visit the tree and enjoy its company. ഒരു സ്ഥലത്ത് ഒരു ട്രീ ഉണ്ടായിരുന്നു, ആ ട്രീനെ ഇഷ്ടപ്പെടുന്ന ഒരു ബോയ് ഉണ്ടായിരുന്നു. എവറി ഡേ ദ ബോയ് വുഡ് വിസിറ്റ് ദ ട്രീ. എല്ലാ ദിവസവും ആ ബോയ് ആ ട്രീനെ വിസിറ്റും ചെയ്യും. ആൻഡ് എൻജോയ് ഇറ്റ്സ് കമ്പനി. ട്രീ. കം ഹിയർ മൈ ബോയ്, കം ആൻഡ് ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക് ആൻഡ് സ്വിങ് ഫ്രം മൈ ബ്രാഞ്ചസ്. എൻ്റെ കൊമ്പിലൊക്കെ കയറി നിനക്ക് ബ്രാഞ്ചസിലൊക്കെ ആടിക്കോളാനാണ് ആ ഒരു ട്രീ ബോയിനോട് പറയുന്നത്. ബോയ് സ്വിങ്ങിങ് ഫ്രം ബ്രാഞ്ചസ്. വാട്ട് ഫൺ. നല്ല രസമുണ്ടെന്ന് ബോയ് പറയാം. ട്രീ. ആർ യു ഹംഗ്രി? ഈറ്റ് മൈ ആപ്പിൾസ്. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ ആപ്പിൾസ് കഴിക്കാം. ബോയ് ഈറ്റിംഗ് ആപ്പിൾസ്. ഹൗ ഡെലീഷ്യസ്. എന്ത് ടേസ്റ്റാണെന്ന് ബോയ് പറയും. നരേറ്റ്. When the boy was tired, he slept under the tree. The tree was happy to give its shade, but time went by and the boy grew older and went away. അങ്ങനെ ബോയ് കളിക്കലും ആപ്പിൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് എവിടെ കിടക്കും? ഹി സ്ലെപ്റ്റ് അണ്ടർ ദ ട്രീയുടെ ചുവട്ടിൽ കിടക്കും. ആൻഡ് ട്രീ വാസ് ഹാപ്പി ടു ഗിവ് ഇറ്റ് ഷെയ്ഡ്. ആ ട്രീ നല്ല സന്തോഷത്തിലാണ്, അവന് ആ ട്രീക്ക് ഷെയ്ഡ് കൊടുക്കാൻ പറ്റിയില്ല ബോയിന്. അപ്പോൾ ടൈം വെൻറ്റ് ബൈ, അങ്ങനെ സമയങ്ങൾ കഴിഞ്ഞ് കുട്ടി വളർന്നു വലുതായി. The tree was often alone. After some years, one day the boy came to the tree and the tree was very happy. അങ്ങനെ വലുതായപ്പോൾ ട്രീ ഒറ്റയ്ക്കായി. പിന്നെ ചെറുപ്പത്തിൽ നമ്മൾ പോകുന്ന പോലെ വലുതായി അങ്ങനെ പോവില്ല. അപ്പോൾ എന്താണ്, ട്രീ ഒറ്റയ്ക്കായി. ട്രീക്ക് സങ്കടമായി. പക്ഷെ വലുതായപ്പോൾ ഒരു ദിവസം ആര് വന്നു? ഈ ബോയ് ട്രീനെ വിസിറ്റ് ചെയ്യാൻ വന്നു. ട്രീ. കം മൈ ബോയ്, കം ആൻഡ് ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക് ആൻഡ് സ്വിങ് ഫ്രം മൈ ബ്രാഞ്ചസ്. വന്ന് എൻ്റെ ട്രങ്കിലൂടെ കയറി എൻ്റെ ബ്രാഞ്ചസിലൊക്കെ ഇരുന്ന് സ്വിങ് ചെയ്യാനാണ് ട്രീ പറയുന്നത്. ബോയ്. ഐ എം ടു ബിഗ് ടു ക്ലൈംബ് ആൻഡ് പ്ലേ. ഞാൻ വലുതായി, ഇനി എനിക്ക് കളിക്കാൻ പറ്റില്ല. ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ.
എനിക്ക് സാധനങ്ങൾ വാങ്ങണം, എനിക്ക് എൻജോയ് ചെയ്യണം. ഐ വോണ്ട് സം മണി. എനിക്ക് എന്താ വേണ്ടത്? സം മണി, പൈസയാണ് വേണ്ടത്. ക്യാൻ യു ഗിവ് മീ സം മണി? എനിക്ക് പൈസ തരാൻ പറ്റുമെന്ന് ട്രീനോട് ബോയ് ചോദിക്കുകയാണ്. ട്രീ, ഐ ആം സോറി ബട്ട് ഐ ഹാവ് നോ മണി. എൻ്റെ അടുത്ത് മണി ഇല്ല. ഐ ഹാവ് ഓൺലി ലീവ്സ് ആൻഡ് ആപ്പിൾസ്. എൻ്റെ അടുത്തുള്ളത് എന്താ? ഇലകളും ആപ്പിൾസും മാത്രമാണ്. യു ക്യാൻ പ്ലക്ക് മൈ ആപ്പിൾസ് ആൻഡ് സെൽ ദം ഇൻ ദ മാർക്കറ്റ്, ദെൻ യു വിൽ ഹാവ് മണി. എൻ്റെ ആപ്പിൾസ് പറിച്ചെടുത്ത് നിനക്ക് മാർക്കറ്റിൽ പോയി കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് മണി. Narrator. The boy happily plucked the apples and carried them away. The tree was also happy, but the boy stayed away for a long time and the tree was sad. One day the boy came back and the tree shook with joy. അങ്ങനെ ബോയ് പ്ലക്ക് ചെയ്ത് ആപ്പിൾ കൊണ്ടുപോയി മാർക്കറ്റിൽ വിട്ടു. ക്യാഷൊക്കെ കിട്ടി. ട്രീക്കും സന്തോഷമായി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ബോയ് വരാതെയായി. ട്രീ പിന്നെയും എലോൺ തന്നെയായി. അങ്ങനെ ഒരു ദിവസം തിരിച്ചു വന്നു. ബോയ് തിരിച്ചു വന്നാൽ ദ ട്രീ വാസ് വെരി ഹാപ്പി. ട്രീ, കം ബോയ് കം ആൻഡ് ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക്, സ്വിങ് ഫ്രം മൈ ബ്രാഞ്ചസ്. എൻ്റെ ട്രങ്കിൽ കയറും, നീ സ്വിങ് ചെയ്യൂ, ആടു, ബ്രാഞ്ചസിലൂടെ ആടു. ഈറ്റ് മൈ ആപ്പിൾസ് കഴിക്കൂ. പ്ലേ ഇൻ മൈ ഷെയ്ഡ് ആൻഡ് ബി ഹാപ്പി. സന്തോഷമായിട്ട് ഇരിക്കാൻ ട്രീ ബോയിനോട് പിന്നെയും പറയണം. ബോയ് എന്ത് പറയാം? ഐ എം ടു ബിസി ടു ക്ലൈംബ് ട്രീസ്, ഐ എം ഗെറ്റിംഗ് മാരീഡ് ആൻഡ് ഐ നീഡ് എ ഹൗസ് ഫോർ മൈ വൈഫ് ആൻഡ് ചിൽഡ്രൻ. ക്യാൻ യു ഗിവ് മീ എ ഹൗസ്? ഇനി എനിക്ക് അതിനൊന്നും സമയമില്ല, ഞാൻ മാരേജ് ചെയ്യാൻ പോവാണ്, എനിക്കൊരു വീടുണ്ടാക്കണം, എൻ്റെ വൈഫിനും ചിൽഡ്രൻസിനും എനിക്ക് വീടുണ്ടാക്കണം. ക്യാൻ യു ഗിവ് മീ എ ഹൗസ്? എനിക്കൊരു ഹൗസ് തരാമോ എന്ന് ബോയ് ചോദിക്കാൻ ട്രീനോട്. ട്രീ, ഐ ഹാവ് നോ ഹൗസ് ബട്ട് യു മേഡ് കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽറ്റ് എ ഹൗസ്. എൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയിട്ട് നിനക്കൊരു വീടുണ്ടാക്കാം. Narrator. So the boy cut off the tree's branches and carried them away to build a house. ബ്രാഞ്ചസൊക്കെ മുറിച്ച് വീടുണ്ടാക്കാൻ കൊണ്ടുപോയി. The tree was very happy. But the boy stayed away for a long time and the tree was sad again. കുറേ കാലം പിന്നെയും ബോയിനെ കാണാതെ ട്രീക്ക് സങ്കടം. And when he came back after some years, the tree was so happy that it could hardly speak. Now the boy was a young man. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ബോയ് തിരിച്ചു വന്നു. പക്ഷേ ട്രീ എന്തായിരുന്നു? ട്രീക്കും പ്രായമായി തുടങ്ങി. ബോയ് ആരായി? ചെറിയ ബോയിൽ നിന്ന് ഈ ബിക്കം എ യങ് മാൻ. ട്രീ, കം ബോയ് കം, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? യങ് മാൻ, ഐ എം ഗോയിങ് ഓൺ എ ബിസിനസ് ട്രിപ്പ്, ഐ വോണ്ട് എ ബോട്ട് ടു ടേക്ക് മീ എവേ, ക്യാൻ യു ഗിവ് മീ എ ബോട്ട്? എനിക്കൊരു ബിസിനസ് ട്രിപ്പിന് പോകണം, അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? ഒരു ബോട്ട് വേണം. ട്രീ, ഓൾ ഐ ഹാവ് ലെഫ്റ്റ് ഇറ്റ്സ് എ ട്രങ്ക്. എനിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഇനി ഒരു ട്രങ്ക്, ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് പോയി, ഇനി ട്രങ്ക് മാത്രമേ ഉള്ളൂ. കട്ട് ഡൗൺ മൈ ട്രങ്ക് ആൻഡ് മേക്ക് എ ബോട്ട്, ദെൻ യു ക്യാൻ സെയിൽ അവേ. എനിക്ക് അങ്ങനെ അതിൽ പോവാം. Narrator. The young man cut the trunk of the tree and sailed away in a boat. The tree was left only with a stump. എന്ത് മാത്രമായി? സ്റ്റെമ്പ് മാത്രമായി. After a long time the young man came back again. Now he was an old man, but the tree recognized him. കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ മാൻ എന്താ? ഓൾഡ് മാൻ ആയി മാറി. Tree, I am sorry friend, but I have nothing left to give you. My apples are gone. എനിക്ക് നീ ഒന്നും തരാനില്ല, എൻ്റെ ആപ്പിൾസ് പോയി. ഓൾഡ് മാൻ, മൈ ടീത്ത് ആർ ടു വീക്ക് ഫോർ ആപ്പിൾസ്. എനിക്ക് ആപ്പിൾസ് കഴിക്കാൻ പറ്റില്ല, എനിക്ക് പല്ലുകളൊന്നും ഇല്ലയെന്ന് ഓൾഡ് മാനും പറഞ്ഞു. ട്രീ, മൈ ബ്രാഞ്ചസ് ആർ ഗോൺ, യു കനോട്ട് സ്വിങ് ഓൺ ദം. എൻ്റെ ബ്രാഞ്ചസും ഇല്ല, അതുകൊണ്ട് താങ്കൾക്ക് ആടാനും പറ്റില്ല. ഓൾഡ് മാൻ, ഐ എം ടു ഓൾഡ് ടു സ്വിങ് ഓൺ ബ്രാഞ്ചസ്. ഞാൻ വയസ്സായില്ലേ, എനിക്ക് ഇനി ആടാൻ പറ്റില്ല. ട്രീ, മൈ ട്രങ്ക് ഈസ് ഗോൺ, യു കനോട്ട് ക്ലൈംബ്. എൻ്റെ ട്രങ്കും പോയി, അതുകൊണ്ട് ക്ലൈംബ് ചെയ്യാനും പറ്റില്ല. ഓൾഡ് മാൻ, ഐ എം ടു ടയേർഡ് ടു ക്ലൈംബ്. ഞാൻ ടയേർഡ് ആയതുകൊണ്ട് എനിക്ക് ക്ലൈംബ് ചെയ്യാനും പറ്റില്ല. ട്രീ, ഐ എം സോറി, ഐ വിഷ് ദാറ്റ് ഐ കുഡ് ഗിവ് യു സംതിങ്. എനിക്ക് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും തരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. എൻ്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. ഐ എം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റെം. ഐ എം സോറി, ഞാനൊരു സ്റ്റെമ്പ് മാത്രമായി. ഐ എം സോറി എന്ന് ആര് പറയണം? ട്രീ പറയണം. ഓൾഡ് മാൻ, ഡിയർ ട്രീ, യു ഹാവ് ഓൾവേസ് ഗിവൺ. നിങ്ങളെപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട്. ബട്ട് നൗ ഐ ഡോണ്ട് നീഡ് മച്ച്. ഇനി എനിക്കൊന്നും വേണ്ട. ജസ്റ്റ് എ ക്വയറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് റെസ്റ്റ്. ചെറിയൊരു സ്ഥലം ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ ചെറിയൊരു സ്ഥലം മാത്രം മതി. ട്രീ, ഹാപ്പിലി, വെൽ, an old stump is good for sitting and resting on. Come friends, sit down and rest. സ്റ്റെമ്പിൻ്റെ മേലെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ ട്രീ പറയണം. നരേറ്റ്. ദ ഓൾഡ് മാൻ ഡിഡ്. അതുപോലെ ഓൾഡ് മാൻ ചെയ്ത. ആൻഡ് ദ ട്രീ വാസ് സ്റ്റിൽ ഹാപ്പി. ട്രീക്ക് അതും ഭയങ്കര സന്തോഷമായി. It's a simple story adapted from The Giving Tree by Shel Silverstein. It's the name of the author. I hope you understood the story.